ഇപ്പോൾ ഒരു ടീമുണ്ട്, അവരുടെ പരിപാടി നല്ല നീളക്കുപ്പായി ഇടുക, തലേക്കെട്ട് കിട്ടുക, ഒരു തസ്ബീഹുമാലല്ല അതും കൈപിടിക്കുക. സംഗതി എന്തല്ല, മൊയിലാറല്ല. പിന്നെ എന്താ പരിപാടി? മൂല്യന്മാരിങ്ങനൊക്കെ പറയുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, എന്നിട്ട് അവരെ വകയിൽ കുറേ സംഗതി, അതിന് അവർ പേരിട്ട് ട്രോളുന്നോ എന്തെങ്കിലും പേര് പറയും. എന്നിട്ട് മൊയിലാരുടെ രൂപത്തിൽ പറയാൻ പറ്റാത്ത സംഗതി പറയുക, എന്നിട്ട് ക്ലിപ്പാക്കിയിട്ട് വിടുക. മൊയിലാന്മാരിങ്ങനൊക്കെ പറയുന്നു എന്നിട്ട് ആളുകൾ ഈമാൻ തെറ്റിക്കുക. അവർക്കെന്താണ്? അവർക്കതിനൊക്കെ സംഖ്യ കിട്ടാനുണ്ട്, എത്ര ആൾ കേൾക്കാനുണ്ട്, അതനുസരിച്ച് പണം കിട്ടാനുണ്ട്. യൂട്യൂബുകാരും അല്ലാത്ത ആളൊക്കെ പൈസ കൊടുക്കാനുണ്ട് എന്നാണ് പറയുന്നത്. സുബ്ഹാന ജല്ല ജലാലു. നമ്മളൊന്നും ഇതുവരെ 5 പൈസ അമ്പകയിൽ വാങ്ങിയിട്ടുമില്ല, കിട്ടിയിട്ടുമില്ല, വാങ്ങാനായിട്ട് വിചാരിച്ചിട്ടുമില്ല. അതേ സമയത്ത് എങ്ങനെങ്കിലും പണം ഉണ്ടാക്കണം എന്നാണ് ചിലരുടെ ധാരണ. അതിന് ആളുകൾ കേൾക്കാൻ വേണ്ടി മുസ്ലിയാരെ വേഷത്തിൽ ദീനിന് പറയാൻ പാടില്ലാത്ത പലതും പറയാ. മുലാമാരിങ്ങനൊക്കെ പറയുന്നിടുന്ന് വരുത്തി തീർക്കുക. അവരോട് ഒരൊറ്റ കാര്യം പറയാൻ, മുസ്ലിമീങ്ങളാണെങ്കിൽ അവരോടൊരു കാര്യം പറയാം, അല്ലാത്തവരോട് പറഞ്ഞ കാര്യമില്ലല്ലോ. ദീനിനെ കളിയും തമാശയുമാക്കിയ കക്ഷികൾ അവരെ വിട്ടേക്കൂ നബിയേ. അവരെ ദുന്യവിയായ ജീവിതം വഞ്ചിച്ചിരിക്കുന്നു. അവർക്ക് പണം വേണം, അവർക്ക് പൈസ വേണം, അതിനെന്തും ചെയ്യാൻ തയ്യാറാണവർ. അവർ വലിയ ഹലാക്കിലേക്ക്, നാശത്തിലേക്ക് പോയി വീഴുകയാണ്. ഖുർആൻ ഓതിയിട്ട് അവർക്ക് ഉത്ബോധനം നടത്തൂ നബിയേ. അവർ ദീനിനെ പരിഹസിക്കുകയാണ്, ദീനിനെ കളിയാക്കുകയാണ്, ദുനിയാവിൽ കാര്യം കിട്ടാൻ വേണ്ടിയാണ്. തെറ്റ് ചെയ്തിട്ട് പടച്ച റബ്ബിന്റെ അടുക്കലേക്ക് ചെന്നാൽ അല്ലാഹുവല്ലാതെ അവർക്ക് സംരക്ഷകനില്ല, അല്ലാഹുവല്ലാതെ അവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ ഒരു മഹാനും തയ്യാറാകൂല. അവിടെ എത്തിയിട്ട് യൂട്യൂബ് മുഖേനയോ അല്ലാതെയോ ഉണ്ടാക്കിയ മുഴുവൻ സംഖ്യയും കൊടുത്താലും അല്ല ഇവിടെ ലോകത്തുള്ളതെല്ലാം കൊടുത്താലും അതൊന്നും അവിടെ വാങ്ങിയിട്ട് പടച്ചവന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഉലൈകല്ലദീന ഉബ്സിലൂ ബിമാ കസബൂ. പ്രവർത്തിച്ച തെറ്റായ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളാൽ നാശത്തിൽ പോയി ചാടിയവരാണവർ. ലഹും ശറാബും മിൻ ഹമീമിൻ വഅദാബുൻ അലീം. അവർക്കതാ കഠിനമായ ചൂടുള്ള പാനീയം അതേ പടച്ച റബ്ബ് കൊടുക്കുന്നു നരകത്തിൽ വെച്ച്. വഅദാബുൻ അലീം, വേദനിപ്പിക്കപ്പെടുന്ന ശിക്ഷയും നൽകുന്നു. വെറുതെയല്ല, ബിമാ കാനൂ യക്ഫുറൂൻ. അവർ അല്ലാഹുവിന്റെ ദീന് കൊണ്ട് കളിച്ചില്ലേ, ആലിമീങ്ങളെ വേഷം കെട്ടി പരിഹസിച്ചില്ലേ, പടച്ചവന്റെ ദീന് കൺഫ്യൂഷനാക്കാൻ വേണ്ടി അവര് പലരും പുറത്തിട്ട് ജനങ്ങളെ വഞ്ചിച്ചില്ലേ. അവരവിശ്വാസത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയതിനാൽ അവര് നരകത്തിൽ യാതന അനുഭവിക്കുന്നു. അതുകൊണ്ട് പറയട്ടെ, പണം കിട്ടുമെന്ന് മനസ്സിലാക്കി ആലിമീങ്ങളെ പരിഹസിക്കുന്നവരും ആലിമീങ്ങളെ വേഷം കെട്ടി പലതും പറഞ്ഞ് അതിലൂടെ കുറെ യൂട്യൂബിൽ ആളുകൾ കേട്ട് പണമുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നവരും ദുന്യാവ് മാത്രം ചിന്തിച്ചാൽ പോരാ. മുസ്ലിമീങ്ങളാണോ? സ്വർഗത്തിലും നരകത്തിലും വിശ്വാസമുണ്ടോ? ആഖിറത്തിൽ വിശ്വാസമുണ്ടോ? അവർ നന്നായി ആലോചിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല എവിടെയും എപ്പോഴും ഹഖ് ഹഖായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താനും പ്രചരിപ്പിക്കാനും നമുക്കും നമ്മുടെ വിദ്യാർത്ഥികൾക്കും മുതഅല്ലിമീങ്ങൾക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ.